മംഗലവാർത്തകാലം 1-ാം ശനി. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 16 മുതൽ 21 വരെയുള്ള വാക്യങ്ങളുടെ വിശകലനം. തന്റെ ഏകജാതനെ നൽകിയ സ്നേഹം. സ്നേഹിക്കുക എന്നാൽ നൽകുക എന്നാണ് അർത്ഥം. ലോകത്തിൽ നാം സ്നേഹിക്കുന്നവർക്ക് എന്തും നൽകും. ദൈവം തന്റെ ജാതനെ നൽകിക്കൊണ്ടാണ് നമ്മെ സ്നേഹിച്ചത്. ദൈവം നമുക്ക് നൽകിയ ഏറ്റവും വലിയ സ്നേഹ സമ്മാനമാണത്. പൂവിലും തുരുമ്പിലും, നമ്മുടെ വ്യാപാരങ്ങളിലും ചിന്തയിലും, പ്രത്യേകിച്ച് വിശുദ്ധ കുർബാനയിലുമൊക്കെ അവിടുത്തെ പുത്രൻ നിറഞ്ഞു നിൽക്കുകയാണ്. വിശ്വാസ കണ്ണുകളോടെ നോക്കുന്നവർക്ക് അതിലെ പ്രകാശം തിരിച്ചറിയാൻ കഴിയും. അവർ നിത്യം ജീവിക്കും. അല്ലാത്തവരിൽ നിന്ന് കാർമേഘം സൂര്യനെ മറയ്ക്കുന്ന പോലെ അവൻ അദൃശ്യമായിരിക്കും. ബാഹ്യനേത്രങ്ങളിൽ എല്ലാം വെറും ഭൗതിക കാഴ്ചകളായിരിക്കും. അവർ ശിക്ഷാവിധി ഏറ്റുവാങ്ങും. ആത്മീയ നേത്രങ്ങൾ കൊണ്ട് നോക്കുന്നവരിൽ സർവ്വതും ദൈവമയമായിരിക്കും. നമ്മുടെ സമയം, ബുദ്ധി, ധനം, ആരോഗ്യം എല്ലാം ദൈവിക ജീവന്റെ ഭാഗമാണ്. സ്വയമായി സൂക്ഷിച്ചു വയ്ക്കാനല്ല, പകർന്നു കൊടുക്കാനാണ് അത് നൽകപ്പെട്ടിരിക്കുന്നത്. മരിക്കേണ്ടി വന്നാലും മറ്റുള്ളവർക്കായി നാം അത് നൽകിക്കൊണ്ടിരിക്കണം. അതാണ് സ്നേഹം.